ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് വ്ളോഗൊന്നുമല്ല. അപ്പോൾ നമ്മൾ മോളെയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ വൈകുന്നേരത്താണ് കേട്ടോ നമ്മൾ ഇറങ്ങണത്. പിന്നെ ഇത് ജനറൽ ഡോക്ടറാണ്. അപ്പോൾ നമ്മൾ ഓളെ അവിടെയാണ് കാണിക്കൽ. അപ്പോൾ ഓൾക്ക് നല്ല മാറ്റം ഉണ്ടാവലുണ്ട് അവിടെ കാണിച്ചാൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മളെ ചെറുപ്പുളശ്ശേരി തന്നെയാണ് കേട്ടോ. പിന്നെ അമ്മ ഇവിടെ അല്ല, അമ്മ തറവാട്ടിൽ പോയതാണ്. പിന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അപ്പം മോക്ക് ഇക്കാൻ്റെ അടുത്ത് ഇരിക്കണേ. എന്തായാലും എനിക്ക് ടൂ വീലറേ അറിയുള്ളൂ, കാറ് ഡ്രൈവ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. ഓളെന്തായാലും ഇങ്ങനെ ഇരിക്കണതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ മതി. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ കുക്കിംഗ് ചാനലാന്ന് പറഞ്ഞിട്ട് എന്താ അവൾ ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഇടുന്നതെന്ന്. അപ്പോൾ നമ്മൾ കുക്കിംഗ് ചാനലിലേക്കുള്ള പർച്ചേസിനും കൂടിയാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുമോ നോക്കണം. എന്തായാലും ആദ്യം മോളെ കാണിക്കട്ടെ, എന്നിട്ട് അതൊക്കെ പർച്ചേസ് ചെയ്യണം. പിന്നെ ഇക്കാൻ്റെ സോപ്പിട്ടൊരു പിസിയും കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന്. ഇന്ന് നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഇറങ്ങിയത്, കുറേ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് കൊറിയർ വന്നിട്ടുണ്ട്, ടൗണിൽ തന്നെയാണ്. അപ്പോൾ അതും വാങ്ങാനുണ്ട്. അപ്പോൾ ഇത് 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഏകദേശം ആ ഒരു ടൈമിൻ്റെ അടുത്തായതുകൊണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഏതായാലും അതാദ്യം വാങ്ങിയിട്ട് നമ്മളെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊറിയറൊക്കെ വാങ്ങി നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ അവിടെ നല്ല തിരക്കുണ്ടാവലുണ്ട്. ഇനി എപ്പോഴാണ് ഇവിടുന്ന് കഴിച്ചിലാവുകയെന്നൊന്നും അറിയില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെയൊക്കെ കണ്ടിറങ്ങി കേട്ടോ. നമുക്കൊരു 4 ദിവസത്തിനാണ് മരുന്നുന്നത്. നമുക്ക് പനിയൊന്നും ഇല്ല, കഫക്കെട്ടും കൊരയൊക്കെയാണുള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് പിസ്സ കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ പിസ്സ ഓർഡർ ചെയ്തപ്പോൾ ഓല് പറഞ്ഞു ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഓക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചിട്ടോ മോക്ക്. അപ്പോൾ എന്താ വെച്ചാൽ കുറേ ആയി ഓക്ക് ഡ്രസ്സ് എടുത്തിട്ട്. അപ്പോൾ ഈ ഒരു പ്രായമുള്ള മക്കളാകുമ്പോൾ ഒന്നെങ്കിൽ വലിയ ഡ്രസ്സ് അല്ലെങ്കിൽ ചെറിയ ഡ്രസ്സ് ഓക്കൊരു പാകത്തിനുള്ളതില്ല. അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഹോസ്പിറ്റലത്തെ കാര്യമൊക്കെ നല്ല വിറ്റാണ് കേട്ടോ. ഇക്കൊക്കെ നല്ല ചീത്തയൊക്കെ കേട്ടിട്ടോ. ഡോക്ടർ ചോദിച്ചാൽ എന്തേ മൂക്ക് പെട്ടെന്ന് പറ്റും. ഞാൻ ഐസ്ക്രീം തിന്നും, ചായ കുടിക്കും. അപ്പോൾ ആരാണ് അതൊക്കെ കൊടുക്കുന്നത്, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ ഉമ്മാരാണെങ്കിലും എടുങ്ങാറാവുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇക്കൊക്കെ ക്ലാസ്സൊക്കെ എടുത്തെടുത്തിട്ടോ. അങ്ങനെ ഓഫറിൽ നമ്മൾ മോക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിട്ടോ. പിന്നെ നേരെ പിസ്സ കഴിക്കാൻ പോയി. പിന്നെ നമ്മൾ വലിയ പിസ്സയൊന്നും ഓർഡർ ആക്കിയിട്ടില്ല കേട്ടോ. വീട്ടിൽ ചോറും കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പൂതിക്ക് വേണ്ടിയിട്ട് ഇത് കഴിച്ചു. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിസ്സയൊക്കെ ഇഷ്ടമല്ലോലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിസ്സ. പിന്നെ ഇങ്ങനത്തെ ഫുഡൊന്നും അങ്ങനെ കഴിക്കലില്ല. ഇനി പിന്നെ എൻ്റെ കൂടെ നടന്ന് പിന്നെ കൂട്ടാതെ വരെ പോയി തിന്നൽ തുടങ്ങി. പിന്നെ മോളെയൊക്കെ കൊണ്ട് ഫുഡ് കഴിക്കൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ആദ്യമൊക്കെ നല്ല സുഖേനി, മടിയിലിരുത്തി അങ്ങനെ ഇരിക്കുകയിനി. ഇപ്പോൾ ആദ്യം വരുന്ന നമ്മൾ ഇതാക്കുന്നതിന് മുമ്പ് ഓക്കെ അത് പിടിച്ച് വലിക്കണം. അങ്ങനെ എന്തായാലും പിസ്സയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് ഇനി എന്തായാലും പർച്ചേസും കൂടി ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഏതായാലും പർച്ചേസിങ്ങിന് എത്തിയിട്ടോ. ഒരു സൂപ്പർ മാർക്കറ്റിലാണ് കയറിയത്. അപ്പോൾ ഞാൻ ഏത് പുഡിങ്ങാണ് ഉണ്ടാക്കണത് എന്നൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ കോമൺ എല്ലാ പുഡിങ്ങിനും വേണ്ട കുറച്ച് പാലും ചൈന ഗ്രാസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങി വെക്കാൻ വിചാരിച്ചു. പിന്നെ സൂപ്പർ മാർക്കറ്റിലെത്തി നമുക്ക് എല്ലാതും വേണ്ടി വരും കേട്ടോ. പിന്നെ മോളത് അങ്ങനെ വണ്ടിയിൽ ഇരുത്തിയതാണ് കേട്ടോ. അങ്ങനെ ഓളെ ഉന്തി നടക്കുന്നുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ആളില്ലാത്തതുകൊണ്ട് മോളങ്ങനെ സാധനങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഉന്തുണ്ട്. ഓളെയ്യുന്ന ഓരോ സാധനങ്ങളെടുത്ത് കൊട്ടയ്ക്ക് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ.
പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ. അപ്പോൾ ഞാനിതാ വാങ്ങിയത് നമ്മളെ കൊക്കോ പൗഡർ വാങ്ങിയിട്ടുണ്ട്, കസ്റ്റാർഡ് പൗഡർ, ചൈന ഗ്രാസ്, പിന്നെ ഒരു പാക്ക് ബ്രെഡ്, പാല്, മിൽക്ക് മെയ്ഡ് ഉണ്ട്, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഫ്രഷ് ക്രീമൊക്കെ കിട്ടാണ്ട് കേട്ടോ, അതൊന്നും അവിടെ ഇല്ല. അപ്പോൾ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ. ഇന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഫ്രഷ് ക്രീം ഒന്നും കിട്ടിയില്ലെങ്കിൽ കൂടി ഇനി പോയി വെക്കണം. പിന്നെ ഇക്ക ഭയങ്കര വ്ളോഗ് എടുക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല, അതുകൊണ്ട് എൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര ലെങ്ത്ത് കുറവായിരിക്കും ഉണ്ടാവുക. ഇനി എടുത്തെടുത്ത് ഇൻഷാ അള്ളാഹ് ശരിയായി വരും. എൻ്റെ ഫാമിലി ഇന്ന് വരുന്നുണ്ട്, അപ്പോൾ അതിലും നമുക്ക് ഓൾക്ക് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. സ്പെഷ്യലി പറഞ്ഞാൽ നാടൻ വിഭവങ്ങളാട്ടോ. ഉമ്മൻ്റെ കുറച്ച് റെസിപ്പീസൊക്കെ എന്തായാലും നമ്മളിതിൽ ഷെയർ ചെയ്യും. പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട റെസിപ്പി ഉണ്ട് എനിക്ക്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരും. അപ്പോൾ നെക്സ്റ്റ് ഇൻഷാ അള്ളാഹ് നമുക്ക് നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ